ഈ നേരത്തെ തന്നെ ഈ സിഖ് വികാരം ഒക്കെ ഉണർത്തിവിടാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് ഇന്ത്യ വളരെ ബുദ്ധിപരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അതായത് ഒരു നേരത്തെയുള്ള ഒരു സുവർണക്ഷേത്ര വിഷയം പോലെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്തത്. കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ എന്നാലും ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്തത്. ഇത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങൾ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാകാം അതങ്ങനെ ചെയ്തത് വളരെ സമാധാനപരമായിട്ട്. പേഴ്സണലി എൻ്റെ ഒരു ബോധ്യം പറയാം. ഇത് ഞാൻ പഞ്ചാബിൽ ഞാൻ പോയിട്ടുള്ള, സുവർണക്ഷേത്രത്തിൽ പോയിട്ടുള്ള പഞ്ചാബികളായിട്ടുള്ള സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല പഞ്ചാബി പൊളിറ്റിക്സ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം കൂടെ, അതുകൊണ്ട് പറയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിഖുകാരോട് ഭയങ്കര പ്രിയമാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സിഖ് ജനതയോട് ഭാരത സർക്കാർ ഒത്തിരി ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഇതിനും നിൽക്കരുത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഒന്ന്, ചെങ്കോട്ടയിൽ ഖലിസ്ഥാനികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഉയർത്തിയൊരു ഒരു കൊടി, ഖണ്ഡയുള്ള ഖലിസ്ഥാനി കൊടി ഉയർത്തിയിരുന്നു, ഓർക്കുണ്ടോ? അതെ, ചെങ്കോട്ടയിൽ. അതെ. അന്ന് അവിടെ ഒരു കലാപവും വെടിവെപ്പും ഉണ്ടാക്കാമായിരുന്നു, യാതൊരു സംശയമില്ലാത്ത കാര്യം. കാരണം ചെയ്യാവുന്നതാണോ? നമ്മൾ ആ സമയത്ത് ചെയ്തില്ല എന്ന് സംയമനം പാലിച്ചു. നമ്മളൊക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല, അത് എല്ലാവരും ചോദിച്ചിരുന്നു, ഞാനും ചോദിച്ചിരുന്നു ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് വളരെ ഇതായിട്ട് നോക്കിയത്. ഇദ്ദേഹം പഞ്ചാബിൽ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു സെക്യൂരിറ്റിയിൽ ഒരു ലാപ്സ് വരികയും ഇത് ഒരു പാലത്തിൽ കുടുങ്ങി പോവുകയും ചെയ്തൊരു സിനാരിയോ. പുറത്ത് തിരിച്ച് പോയ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു പോയിരുന്നു. തിരിച്ചു പോന്നിട്ട് ഒരു ട്വീറ്റ് ഇട്ടു, എൻ്റെ സെക്യൂരിറ്റി ഇങ്ങനെ ആക്കി എടുത്തതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രിയെ ടാഗ് ചെയ്ത്, ഇപ്പോഴത്തെ AAPയുടെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തെ ടാഗ് ചെയ്ത് ഒരു ട്വീറ്റ് വിട്ടിട്ട് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തിട്ടു. അത് വളരെ അതിൻ്റെ അത് പിന്നെ വേറെ ഒരു ചോദ്യവും പറച്ചിലോ ആലമ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു സംയമനത്തിൻ്റെ ഭാഷയായിരുന്നു. ഇത് മാത്രമല്ല, ഈ നിഹംഗുകൾ എന്ന് പറഞ്ഞാൽ സർദാർജിമാരുടെ ഇടയ്ക്കുള്ള സന്യാസിമാരായിട്ട് ഉള്ള, അല്ലെങ്കിൽ സിഖ് മതത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആത്മീയാചാര്യന്മാരാണ് നിഹംഗുകൾ എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ ഉള്ള നിഹംഗുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയും സിഖ് മതത്തിന് വേണ്ടിയിട്ടും നരേന്ദ്രമോദി ചെയ്ത പോലെ ചെയ്തിട്ടില്ല എന്ന്. ഇതിന് മുമ്പ് 2014 മുമ്പുണ്ടായിരുന്ന മറ്റ് പ്രധാനമന്ത്രിമാരെയൊക്കെ കാണാനായിട്ട് നിഹംഗുകളായിക്കോട്ടെ അല്ലാത്ത സർദാർജിമാരായിക്കോട്ടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുമ്പ് ഈ കൃപാണുണ്ടല്ലോ, കൃപാൺ ഒരു വാളാണ്, അറിയാലോ? അറിയാം. അപ്പോൾ ഈ കൃപാൺ എല്ലാ സിഖുകാരുടെയും കയ്യിലുണ്ടാവും, ചെറുതായിട്ടോ വലുതായിട്ടോ. അതിന്റെ ഓരോ പേഴ്സണൽ അവരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള മതത്തിന്റെ ഭാഗമാണ്. മതത്തിന്റെ ഭാഗമാണ്. എപ്പോഴും അവരുടെ കയ്യിൽ ഒരു വാളുണ്ടാവും. അത് ചിലപ്പോൾ ചെറുതായി, ചിലപ്പോൾ റെപ്രസെൻറ്റേഷനിലായിട്ട് ചെറിയൊരു വാള് മാത്രമായിരിക്കും, പക്ഷേ ഈ വാള് എപ്പോഴും അവരുടെ കാണും. അപ്പോൾ ആ വാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കാണാനായിട്ട് പോകുന്ന സമയത്ത് മേടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം അത് അവർ താഴെ വെക്കുന്നില്ലാത്ത കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വാളാണ്. അപ്പോൾ ഈ വാളൊക്കെ ടേപ്പ് ചെയ്ത് ഇത് പുറത്തെടുക്കാൻ പറ്റാത്ത രീതിക്ക് ടേപ്പ് ചെയ്തിട്ടൊക്കെയാണ് മറ്റു പ്രധാനമന്ത്രിമാർ ഈ സിഖ് മതത്തിലെ ആചാര്യന്മാരെ കണ്ടുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദിയുടെ കാണാനായിട്ട് ഏത് സിഖ് മതസ്ഥൻ വന്നു കഴിഞ്ഞാലും ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ആക്റ്റീവ് ഇൻസ്ട്രക്ഷനാണ്. അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിഹംഗുകളും അങ്ങനെയുള്ള ആത്മീയ ആചാര്യന്മാരാണെങ്കിൽ ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല, കടത്തിവിട്ടേക്ക്, കൃപാണൊന്നും നോക്കണ്ട, അവർ നമ്മുടെ ആൾക്കാരാണ്, വിട്ടേക്ക്. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. നമ്മൾ ആ ഒരു കൺസിഡറേഷൻ, ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സിഖ് മതത്തിൽ, ഖാലിസ്ഥാനികൾക്കല്ല, സിഖ് മതസ്ഥർക്ക്. അവരോട് ഭാരതം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിചാരിക്കുന്നത്. അത് റിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ശ്രീ നരേന്ദ്രമോദി ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അത് മാക്സിമം സംസാരങ്ങളുണ്ടായിട്ടുണ്ട്, ചർച്ചകളുണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഗുർവാണി, അതായത് പഞ്ചാബി ഭാഷയുടെ ശരിക്കുമുള്ള പേര് ഗുർവാണി എന്നാണ്.
ആ ഗുരുവാണി ഭാഷയിൽ നമുക്ക് പരീക്ഷ എഴുതി നേരിട്ട് ആർമിയിലേക്കായിക്കോട്ടെ മറ്റ് മത്സര ഇതിലേക്ക് എല്ലാം IAS എഴുതാം, IPS എഴുതാം, എല്ലാം ആ ഭാഷയിൽ തന്നെ എഴുതാം. വളരെ അപൂർവമാണത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ സിഖ് സമുദായത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരുകൾ, ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ ഉൾപ്പെടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ വിലപ്പെട്ട കോൺട്രിബ്യൂഷനാണ്. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലപ്പോഴും അദ്ദേഹം ഈ ക്ഷേത്രങ്ങൾ, സിഖ് മത ക്ഷേത്രങ്ങളും അതിൻ്റെ ഗുരുദ്വാരകളും ഒക്കെ സന്ദർശിക്കുന്ന ഒരുപാട് പ്രാവശ്യം പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പണ്ട് തൊട്ടേ പറയുന്നതാണ് പഞ്ചാബ് ഭാരതത്തിൻ്റെ വാളേന്തിയ കൈയാണ് എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഒരിക്കലും ആർമിയിലായിക്കോട്ടെ മറ്റ് കാര്യങ്ങളിലായിക്കോട്ടെ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം സിഖുകാർ പഞ്ചാബ് ഒരു വലിയ ഘടകമാണ്. അത് കൃത്യമായിട്ടും നരേന്ദ്രമോദി സർക്കാർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അന്ന് നമ്മളിൽ പലരും, എനിക്കും ഓർമ്മയുണ്ട്, ഞാൻ ഉൾപ്പെടെ, എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു, എന്തുകൊണ്ട് അവിടെ ഒരു ഖാലിസ്ഥാൻ കൊടി ഉയർത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊടികൾ ഉയർത്തിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നു. ഫോൾട്ട് ലൈൻ ആക്കി മാറ്റുന്നത് അതെ, നമ്മൾ അവിടെ ക്രൂരതയോടെ പ്രവർത്തിക്കുമ്പോഴാണ് അവർ ഫോൾട്ട് ലൈൻ ആക്കി മാറ്റുന്നത്. അത് വേറൊരു ചിന്തയാണ്, അത് ഒരു ഡിപ്ലോമാറ്റിക് ചിന്തയാണ്. മനസ്സിലായില്ലേ? ഇതിനൊരു ഫോൾട്ട്, ഇപ്പോൾ സിഖുകാർ അന്ന് റെഡ് ഫോർട്ടിൽ ഖാലിസ്ഥാനികൾ അന്ന് റെഡ് ഫോർട്ടിൽ ഖാലിസ്ഥാൻ കൊടി ഉയർത്തുന്ന സമയത്ത് അവിടെ ഒരു വെടിവെപ്പ് നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. ഒന്ന്, അതൊരു വേറൊരു ക്രൂരതയായി മാറും. രണ്ട്, അത് ഫോൾട്ട് ലൈൻ ആയിട്ട് മാറും. ഇതിപ്പോൾ അത് ഫോൾട്ട് ലൈൻ അല്ല. അതെ, അല്ലെങ്കിൽ ആ വിഘടനവാദം അവിടെ ശക്തിപ്പെടുകയാണ്, അതിനെ ഫോൾട്ട് ലൈൻ അല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സംഗതി മറ്റു പല സ്ഥലത്തും ചെയ്തിട്ടുമുണ്ട്. അതെ.